നിലമ്പൂരിലേക്ക് കൗതുകകരമായ പ്രചരണങ്ങളാണ് കേട്ടോ നിലമ്പൂരിൽ നടക്കുന്നത്. നിലമ്പൂരിൽ 1200 വീടുകൾ ഒറ്റയ്ക്ക് കയറി UDF പ്രചരണത്തിൽ റെക്കോർഡിട്ടിരിക്കുകയാണ് ചാണ്ടിയുമ്മൻ. സോഷ്യൽ മീഡിയയ്ക്കൊപ്പം ജനങ്ങളെ നേരിൽ കാണുന്നതും ഗുണം ചെയ്യുമെന്നാണ് ചാണ്ടിയുമ്മന്റെ നിലപാട്. ചാണ്ടിയുമ്മൻ റിപ്പോർട്ടർ സംഘത്തോട് സംസാരിച്ചു. നമുക്കൊന്ന് കണ്ടുവരാം. സാധാരണ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഓടി നടന്ന് പ്രചരണം നടത്തുക എന്ന് പറയാറുണ്ട്. അതിലേറ്റവും അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഓടി നടന്ന് പ്രചരണം നടത്തുന്ന ഒരാൾക്കൊപ്പമാണ് ഞാനുള്ളത്. ചാണ്ടിയുമ്മനൊപ്പമാണ്. നമ്മൾ പുതുപ്പള്ളിയിൽ സ്വന്തം തെരഞ്ഞെടുപ്പിന് കണ്ട പോലുള്ള ഓട്ടം തന്നെയാണല്ലോ ഇവിടെ. അല്ല, പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചു. ആ ചുമതല അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. പാർട്ടിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ എൻ്റെ ഇൻട്രസ്റ്റ് അതാണ്. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് കുറച്ച് വേഗത കുറച്ചാണ്. അത് മഴയായതുകൊണ്ട് മാത്രമല്ല, എനിക്ക് അല്പം കുറച്ചുകൂടെ ആൾക്കാരുമായിട്ടൊരു ഇൻട്രാക്ഷന് ഇച്ചിരി സമയം എടുക്കണം എന്നുള്ളൊരു ഫീലിംഗ്. കാരണം ഇച്ചിരി സ്പീഡ് കൂടുന്നുള്ള ഒരു തോന്നൽ മാത്രമല്ല, നമുക്ക് ഒരു എല്ലാവർക്കും ഒന്ന് ഓടിയെത്താനും കൂടെ ഓടാൻ പറ്റാത്ത ഒരു കംപ്ലൈൻറ്റ് അങ്ങനെ പറയുന്നുണ്ട് ഇവര്. ഇന്നലെ എത്ര വീട് കയറി? ഇന്നലെ റെക്കോർഡാന്ന് തോന്നുന്നു. ഇന്നലെ മൊത്തം ഞങ്ങളിപ്പം ഓൾമോസ്റ്റ് 1800 ഓവർ കയറിയിട്ടുണ്ട്. അപ്പം ഇന്നലെ ഒരു 170 അടുപ്പിച്ച്. പിന്നെ റിവ്യൂ മീറ്റിങ്ങും പിന്നെ സ്ഥാനാർത്ഥി പര്യടനമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുൾ ഡേ കയറിയിട്ടില്ല. ഇന്നിപ്പോൾ 1.5 മണിക്കൂറായി. 1.5 മണിക്കൂറായി. ഈ ഓട്ടത്തിനിടയിലെ ആളുകളുമായി സംസാരിക്കുമ്പോഴുള്ള റിയാക്ഷനൊക്കെ എങ്ങനെയാണ്? അല്ല, വളരെ പോസിറ്റീവാണ്. 90% ഞങ്ങൾക്ക് പോസിറ്റീവ് റെസ്പോൺസാണ് ഫീൽഡിൽ നിന്ന് കിട്ടുന്നത്. വലിയ പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെയുള്ളത്. ഫീൽഡ് റിപ്പോർട്ടാണ് വേണ്ടതല്ലേ? അപ്പോൾ ഈ നേരിട്ട് ആളുകളെ കാണുന്നതന്നെ ശരിക്കും എഫക്റ്റീവ് അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് എൻ്റെ ഇലക്ഷനും എനിക്ക് വേണ്ടി ഒത്തിരി MLA-മാർ വന്ന് അവിടെ വീടുകൾ കയറി ഒത്തിരി പേരെ കണ്ടതിൻ്റെ ഫലം കൂടിയാണ് എൻ്റെ റിസൾട്ട്. അത് തന്നെയാണ് രാഹുലിൻ്റെ റിസൾട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുതന്നെയാണ് തൃക്കാക്കര റിസൾട്ട്. 11 ബൂത്താണ് പാലക്കാട് MP തൃക്കാക്കരയിൽ കയറിയത്, ശ്രീകണ്ഠൻ. അപ്പം എല്ലാവരും ഇതേപോലെ ഫീൽഡിലാണ്. ഇവിടെ ഇപ്പോൾ എത്ര ദിവസമായി വന്നിട്ട്? ഞാൻ 3-ാം തീയതി വന്നതാണ്. ഇപ്പം 10 ദിവസം. വീട്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എത്രത്തോളം ആരുടെ ശൗക്കത്തിന് ആത്മവിശ്വാസം കൊടുക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാം വലിയ ശുഭപ്രതീക്ഷയാണുള്ളത്. ഏതൊരു സാഹചര്യത്തെയും അതിജീവിച്ച് അദ്ദേഹം ജയിച്ചിരിക്കും. ഇവിടെ ഒരു തരംഗം തന്നെ ഉണ്ടെന്ന് പറയാം. ഈ സോഷ്യൽ മീഡിയയിൽ ഓടുന്നതാണോ നേരിട്ട് ഓടുന്നതാണോ നല്ലത്? എങ്ങനെയാണ് തോന്നുന്നത്? അല്ല, സോഷ്യൽ മീഡിയ ഇന്ന് അനിവാര്യമാണ്. സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ സോഷ്യൽ മീഡിയയോടൊപ്പം തന്നെ ഈ ഒരു ഓട്ടം കൂടി ഉള്ളത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇച്ചിരി സ്ലോ ആക്കിയാൽ എനിക്ക് ഇച്ചിരി ക്ഷീണമാണ്. ഓക്കെ. അപ്പോൾ ചാണ്ടിയുമ്മൻ ഓടി നടന്നുള്ള പ്രചരണം എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്നതാണ്. വീട് കയറി ഓരോ പ്രവർത്തകരെയും ഓരോ നാട്ടുകാരെയും നേരിട്ട് കാണുക എന്നുള്ളതാണ് ചാണ്ടിയുമ്മൻ സ്റ്റൈൽ ഓഫ് പ്രചരണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാവർക്കും ഓടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൂടി ഒരു സംശയമാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം ES രഞ്ജിത്ത്, റിപ്പോർട്ടർ.